നല്ല 24 കിലോമീറ്റർ മൈലേജും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതും 40,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ. 5,85 കൊടുക്കാം, 5,50,000 രൂപ. അതായത് ആലോചിക്കണം, 2018 വണ്ടിയാണ്. അൽഫയിൽ ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് ഈ അത്യാവശ്യം ആക്സറീസും ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. 2015 അല്ലേ? 2015 വണ്ടി. ഇത് നമുക്ക് 10,90 കൊടുക്കാം. 10,90. ഓക്കെ, HTK 9,95 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്, മാക്സിമം ലോണും കൊടുക്കാം. ഇത് നമുക്ക് 18.5 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ, ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപ അടുത്ത് ഡിപ്രീസിയേഷൻ. ഇതിന്റെ വില വരുന്നത് 11,65 കൊടുക്കാം. 11,65,000 രൂപയ്ക്ക്. പുതിയ എനിക്ക് ഒന്ന് 18 സംതിങ് വിലയില്ല. 15. വൈറ്റ് കളർ വണ്ടിയാണ്. താറിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന സാധനമാണ്. 23 രജിസ്ട്രേഷൻ 24 മോഡൽ. 24 മോഡൽ, 24 പക്ക മോഡൽ ഉണ്ട്. ഇത് 100% ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തോട് 100% നീതി പുലർത്തുന്ന വാഹനങ്ങളാണ് ഇന്നിപ്പോൾ ഈ കിടക്കുന്നത് എല്ലാം തന്നെ. അതായത് നല്ലൊരു യൂസ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതായത് കാറ്റഗറി എപ്പോഴും നോക്കണം അല്ലേ. ചിലർക്കുണ്ടാവും ബഡ്ജറ്റ് വണ്ടികളുണ്ടാവും, ചിലർക്ക് കുറച്ച് പ്രീമിയം ഉണ്ടാവും, ചിലപ്പോൾ ഒരു മിഡ് വേരിയൻ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു മിഡ് വേരിയൻറ്റിൽ വരുന്ന വാഹനങ്ങൾ, അതായത് ഒരു 10 ലക്ഷം മുതൽ ഒരു 20, 25, 30 ലക്ഷം രൂപ റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയുന്ന, എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ വിലക്കുറവ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആവശ്യം തന്നെയാണ്. പക്ഷേ ഇതുപോലെ ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് നിങ്ങൾക്ക് വിലക്കുറവിൽ കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളെ കാണിക്കാൻ വന്നിട്ടുള്ളത് ഈ കിടക്കുന്ന വണ്ടികളില്ലേ, ഈ വണ്ടികൾ ഒരെണ്ണത്തിൽ പോലും നിങ്ങൾ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ വെറുതെ പറയാമല്ലോ, നിങ്ങൾ വന്ന് നോക്കിക്കോ, വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സ്ക്രാച്ചോ മൈന്യൂട്ടായിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി വണ്ടികൾ. അതും ഷോറൂം കണ്ടീഷൻ എന്ന് തന്നെ പറയാം, ഒരു കുഴപ്പമില്ല. ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടി പോകില്ല. അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം തന്നെ. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലെഗോസിയ കാർസിലാണ് കേട്ടോ. ലെഗോസിയ കാർസ് സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയാണ്. നമ്മൾ ഇവരുടെ കഴിഞ്ഞൊരു വീഡിയോ ആദ്യമായിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് തോന്നുന്നു ഒരു 5-6 വണ്ടി അങ്ങനെ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചത് നമ്മുടെ വീഡിയോ ത്രൂ മാത്രം സെയിലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വണ്ടികൾ നോക്കുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. ലൈക്ക് ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വണ്ടികൾ നോക്കുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് ഇതായി കിടക്കുന്ന ഒക്കെ തന്നെ കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ, വണ്ടീൻ്റെ ക്വാളിറ്റി എന്താ നോക്കിക്കോളൂ. നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്, മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുത്തേക്ക്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടുണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ വണ്ടികളൊക്കെ തപ്പുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ടാവും, അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്താൻ വേണ്ടിയാണ് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഈ വണ്ടികളുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ലെഗോസിയ കാർസിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കിഡിലും കുറേ വണ്ടികളുണ്ട്. ഇന്ന് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ അനസ് ബ്രോ റെഡി ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അനസ് ബ്രോ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലേ? അതെ, രണ്ടാമത്തെ വീഡിയോ ആണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് ഇട്ടത് ഓൾമോസ്റ്റ് ഒക്കെ സെയിൽ ആയി പോയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ പുതിയ സ്റ്റോക്കാണ്. നമ്മുടെ വീഡിയോ ത്രൂ ഒരുപാട് ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്തില്ലേ? ഒരുപാട് കോൾ വന്നിട്ടുണ്ട്, ഒരുപാട് കോൺടാക്ട് വന്നിട്ടുണ്ട്. അതെ, സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെന്താ, വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയാം. അതെ, പിന്നെ പർച്ചേസ് ചെയ്ത കസ്റ്റമറൊക്കെ 100% സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരാളും കുറ്റം പറയില്ല, അത് ഉറപ്പാണ്. കാരണം ഇതിനകത്ത് ഒന്നും പറയാനുള്ള ആവശ്യമില്ല. 100% വിലക്കുറവുണ്ടോന്ന് അറിഞ്ഞാൽ മതി. വിലക്കുറവ് നമുക്ക് എന്തായാലും വില കുറച്ച് കൊടുക്കാൻ കഴിയില്ലല്ലോ. ക്വാളിറ്റി വണ്ടികളാകുമ്പോൾ എന്തായാലും അതിൻ്റെതായ റൈറ്റ് പ്രൈസിന് തന്നെ കൊടുക്കാൻ കഴിയും. അതാണ് മാക്സിമം പറ്റുന്നത്ര കുറച്ച് കൊടുക്കും. അതെ, ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് വണ്ടികളെ കാണിച്ചാലോ? പക്ഷേ കിടക്കുന്നൊക്കെ പുലികളാണ്, അതായത് സെഗ്മെന്റിലെ ഏറ്റവും ടോപ്പിന്റെ സാധനങ്ങളാണ് കിടക്കുന്ന എല്ലാം തന്നെ. ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ കാണിച്ചു കൊടുക്കാം. ഫോർച്യൂണർ ഇത് ഏതാ മോഡല്? 2021 മോഡല്, 21 2 വീൽ ഓട്ടോമാറ്റിക്. അത് മാത്രമല്ല ഒരു സ്പെഷ്യൽ കളറുമാണ് അല്ലേ? അതെ, നമ്മളങ്ങനെ എല്ലായിടത്തും കാണാത്തൊരു സാധനമാണ്. ബ്ലാക്ക് അല്ല, സ്പാർക്കിംഗ് ബ്ലൂ പറഞ്ഞ കളറാണ്. അതെ. വണ്ടി എന്തെങ്കിലും മേജർ ആക്സിഡന്റോ മേജർ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടി. 21 മോഡലാന്ന് പറഞ്ഞു. കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടി. എത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഒരപാകതയില്ല, നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് എത്ര വരുന്നത്? 37,25 കൊടുക്കുക. 37,25,000 രൂപയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറേ ഉണ്ടാവൂലേ? ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കുക കസ്റ്റമറല്ലേ, നമ്മുടെ വ്യൂവേഴ്സിന്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതെ. വണ്ടി പക്കയല്ലേ? 100%. ഒരാളും കുറ്റം പറയില്ലല്ലോ. ഇത് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടിട്ട് എടുത്താൽ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതാ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു ഫോർച്യൂണർ ആൾക്കാർ വേണമെങ്കിൽ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ വെള്ളയാണെങ്കിലോ ഇതോ? ഇത് 2017 രജിസ്റ്റർ വണ്ടിയാണ്. 17 രജിസ്ട്രേഷൻ, 1.48 ഓടി, സിംഗിൾ ഓണർ, ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടി. ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ. പിന്നെ 1.48 ജെന്യൂൻ ആണല്ലോ? ജെന്യൂൻ സർവീസ്. ഓരോ 10,000 കിലോമീറ്ററും ടൊയോട്ട മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അത് 4 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഇല്ല, ഒന്നുമില്ല. ഇതിൽ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ആ 2 ഹെഡ്ലൈറ്റ് അങ്ങ് മാറിയാൽ ഈ പുതിയതുപോലെ ആയി അല്ലേ? അതെ.
ഇതിപ്പോ നമുക്ക് പ്രൈസ് ആണെങ്കിൽ എത്ര വരും? 27,40 കൊടുക്കാം. 27,40,000 രൂപ. അതായത് ഇത് കേരള വണ്ടി തന്നെയാ? കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ഈ കാണിക്കുന്ന എല്ലാം KL50 രജിസ്ട്രേഷൻ ആണ്. എല്ലാം കേരള വണ്ടിയാ? എല്ലാം കേരള വണ്ടിയാണ്. നമ്മുടെ അടുത്ത് ഇവിടെ അതർ സ്റ്റേറ്റ് വണ്ടി ഇല്ല, നമ്പറായ വണ്ടികളും ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 2017 രജിസ്റ്റർ. അതായത് പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞേ? 1,48. 1,48 അല്ലേ? 27,40 കൊടുക്കാം. 27,40,000 രൂപ. ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവിടെയുള്ള വണ്ടിക്കൊക്കെ ലോൺ കയറുമോ? ഒക്കെ 90% ലോൺ കൊടുക്കാം. ലോൺ എപ്പോഴും കസ്റ്റമർ ഡിപെൻഡഡ് ആയിരിക്കും. ഒരു 25 കയറുമോ ഇതിന്? ഇതില് 90% ലോൺ നമുക്ക് കൊടുക്കാം അല്ലേ? മാക്സിമം ചെയ്യാം. അതായത് വരുന്ന കസ്റ്റമറിന്റെ പ്രൊഫൈൽ ഡിപെൻഡ് ചെയ്തിട്ട്. അതെ അതെ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടി. അതുപോലെ തന്നെ ഇതാ ഒരെണ്ണം കൂടി വൈറ്റ് കളറിൽ കാണിച്ചു തരാം. ഇതേതാ മോഡൽ? ഇത് 2021 2 വീൽ ഓട്ടോമാറ്റിക്. 21 2 വീൽ ഓട്ടോമാറ്റിക്. ഫസ്റ്റ് കാണിച്ച സെയിം മോഡൽ വണ്ടി അല്ലേ? അതെ. ഇത് കിലോമീറ്ററോ? ഇത് 69,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് KL51 രജിസ്ട്രേഷൻ വണ്ടി. 69,000 സിംഗിൾ ഡിജിറ്റ് നമ്പർ. ഫാൻസി നമ്പർ ഉണ്ട് അല്ലേ? ഫാൻസി നമ്പർ. നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇത് പിന്നെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇത് റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. പക്ക വണ്ടി, ജെന്യൂൻ സർവീസും ആണ്. അടിപൊളി ലോ കിലോമീറ്റർ ആണ്. അത്യാവശ്യം ക്ലീൻ വണ്ടിയാണ് അല്ലേ? ഇതിപ്പോ നമുക്ക് പ്രൈസ് എത്ര വരുന്നത്? 37,90 കൊടുക്കാം. 37,90,000 രൂപ അല്ലേ? അതും നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഡിജിറ്റ് നമ്പർ. അതെ. KL51 രജിസ്ട്രേഷൻ. ഫാൻസി നമ്പറും ഉണ്ട് അല്ലേ? 69,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. PDF ഒക്കെ നിങ്ങൾ വേണേൽ അയച്ചു കൊടുക്കും. 100%. ഓക്കെ, അപ്പോൾ എന്തായാലും ഫോർച്യൂണർ വേണമെങ്കിൽ 3 ഇവിടെ കിടപ്പുണ്ട്. 3 നിങ്ങൾ മിസ് ചെയ്യേണ്ട. കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് വരും. അതുപോലെ തന്നെ അടുത്ത നല്ല അടിപൊളി ഒരു അൽക്കാസർ അല്ലേ? 2022 വണ്ടി. 22 മോഡൽ അൽക്കാസർ, ഡീസൽ പ്ലാറ്റിനം ഓപ്ഷൻ. അതായത് ഏറ്റവും ടോപ്പ് എൻഡിൽ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. അടിപൊളി. ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 13,000 കിലോമീറ്റർ. 13,000? വെറും 13,000 കിലോമീറ്റർ. അടിപൊളി. ഇതൊക്കെ ചുമ്മാ രസത്തിന് എടുക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ. അതായത് നിങ്ങൾ ആരെങ്കിലും പുതിയത് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും പോരുത്. എനിക്ക് തോന്നുന്നു ഇത് 10-28 ലക്ഷം രൂപ വിലയില്ല പുതിയന്. ഇത് 26 സംതിങ് ഉണ്ട്. ഇപ്പൊ വില കുറഞ്ഞല്ലോ? വില കുറഞ്ഞു. ശരി, 26 സംതിങ് ഇപ്പൊ വിലയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് എടുത്ത സമയത്ത് എന്തായാലും 28 മേലെ വില ഉണ്ടാവും. 27 മേലെ വിലയുണ്ട് അല്ലേ? ഓക്കെ, ഇതിപ്പോ നമ്മൾ എത്രയാണ് ഇപ്പൊ കൊടുക്കുന്നത്? ഇത് നമുക്ക് 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ, ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപേന്റെ അടുത്ത് ഡിപ്രീസിയേഷൻ അല്ലേ? അതും ഈ പറഞ്ഞ പോലെ തന്നെ. അതായത് നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ, ഇത് പുതിയ എടുക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പോവരുത്, ഇവിടെ വരിക. 10 ലക്ഷം രൂപയ്ക്കൊക്കെ വിലയുള്ളവർ ഇവിടെ വന്നാൽ പിന്നെ അപാകത ഒന്നുമില്ലാന്ന് ഉറപ്പല്ലേ? ഇതിൽ 0 ക്ലെയിം ആണ്, അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. അത് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും 18,50,000 രൂപയ്ക്ക് 18,50 ഇറക്കി കൊണ്ടുപോകാം അല്ലേ? അതുപോലെ തന്നെ സെയിം സാധനം നമ്മുടെ ക്രെറ്റയാണ്. ഇത് ഹുണ്ടായി ക്രെറ്റ 2023 മോഡല്. 23 പെട്രോളോ ഡീസലോ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ ആണെന്നല്ലോ. ഫുൾ ഓപ്ഷൻ വണ്ടി. SX ഓപ്ഷനിലാണ് അല്ലേ? അതായത് സൺറൂഫ് അടക്കം എല്ലാവിധ സംഗതികളും വരും. സൺറൂഫ് അല്ല, മറ്റേ പനോറമിക് സൺറൂഫാണ് വരുന്നത്. കിലോമീറ്ററോ? 28,000 കിലോമീറ്റർ ഓടി. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2023 അല്ലേ? 23 28,000 കിലോമീറ്റർ. 28,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. കമ്പനി സർവീസ് ഉണ്ട്, സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ശരി, പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവാണ് അല്ലേ? അതെ. എന്താ വില? 15,45 കൊടുക്കുക. 15,40,000 രൂപ. ഇത് പുതിയ ഏകദേശം 10-20 ലക്ഷം രൂപ മേലെ വിലയില്ലേ? ഇത് പുതിയ വണ്ടി 24 സംതിങ് വരും. അത്ര വിലയുണ്ട് അല്ലേ? ഓക്കെ, ഏകദേശം 10 ലക്ഷം രൂപ ഇതിലും കുറഞ്ഞു ഏകദേശം അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നല്ല പ്രൈസ് ബെനിഫിറ്റ് ഇപ്രാവശ്യം കുറേ വണ്ടികളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ പുത്തൻ വണ്ടികൾ, പുത്തൻ കണ്ടീഷനിൽ തന്നെ നിൽക്കുന്ന വണ്ടികൾ അല്ലേ? അതെ. അതായത് ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടി പോവില്ല. ഇനി ഇതേതാ മോഡൽ? ഇത് 2021. 2021 9-ാം മാസം ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. ഇത് കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ. SX പെട്രോളോ ഡീസലോ? പെട്രോൾ മാനുവൽ അല്ലേ? ഓക്കെ, പെട്രോൾ SX-ൽ പെട്രോൾ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. ആർക്കെങ്കിലും ഏത് വേണമെങ്കിലും എടുക്കാം. പനോറമിക് സൺറൂഫ് മുതൽ എല്ലാവിധ സംഗതികളും ഉണ്ട്. KL9 രജിസ്ട്രേഷൻ 1.5 SX. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിൽ റീപ്ലേസോ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട്? 10,90 കൊടുക്കാം. 10,90,000 രൂപ. പെട്രോൾ മാനുവൽ അല്ലേ? അതെ. 21 മോഡലാണ്, മാനുവലാണ്. 10,90,000 രൂപയ്ക്ക്. നിങ്ങൾ ആലോചിക്കണം, പെട്രോളില് ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇനി കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ PDF ഫയൽ, സർവീസിന്റെ PDF ഫയൽ നമുക്ക് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഇറക്കി കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ, വില 10,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കിട്ടും, നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. അടുത്തത് ക്രെറ്റയുടെ തൊട്ടനിയൻ ഹുണ്ടായിൽ തന്നെ ഹുണ്ടായി വെനു 1.5 ഡീസൽ മാനുവൽ. അതെ, നമ്മുടെ ക്രെറ്റയുടെ നേരെ അനിയൻ. അതെ. 1.5 ഡീസൽ മാനുവൽ. അടിപൊളി കേട്ടോ. ഇതിൽ സൺറൂഫ് വരുന്നതാണ്. SX ആണ് അല്ലേ? SX ഓപ്ഷൻ ആണ്. അടിപൊളി. ഇതിൽ ഹൈഡ്രോളിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റും കൂടി വരും. 4 പിന്നെ ടയർ, പുത്തൻ ടയർ അല്ലേ? 4 പുതിയ ടയർ ഉണ്ട്. മോഡൽ 21 അല്ലേ പറഞ്ഞേ? 23 വണ്ടി. 23 ആണോ? 24 1-ാം മാസം വണ്ടിയാണ്. 23 ബുക്കിൽ മോഡൽ ഉണ്ടാവും. രജിസ്ട്രേഷൻ അല്ലേ? 23 മോഡൽ, 24 രജിസ്ട്രേഷനിൽ, ഡീസൽ മാനുവൽ അല്ലേ? അതെ, ഡീസൽ മാനുവൽ. 1.5 അല്ലേ? കിലോമീറ്ററോ?
കിലോമീറ്റർ ഇത് 40,000 കിലോമീറ്റർ. 40 ഓടിയിട്ടുള്ളൂ. 40 ഓടി. അടിപൊളി. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ വില വരുന്നത് 11,65 കൊടുക്കാം. 11,65,000 രൂപയ്ക്ക്. പുതിയ എനിക്ക് ഒന്ന് 18 സംതിങ് വിലയില്ല. 15,85 അല്ലേ? ഓക്കെ. ഇപ്പൊ പുതിയ വിലയൊക്കെ കുറഞ്ഞതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പൊ എന്നാലും 11,65,000 രൂപയ്ക്ക് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ടോപ്പ് എൻഡ് വണ്ടി. അതും പുത്തൻ പുതിയ ക്ലീൻ വണ്ടി അല്ലേ? അതെ. ശരിക്കും പറഞ്ഞാല് ഇതും വാറണ്ടി അണ്ടർ വാറണ്ടിയിൽ കിടക്കുന്ന വണ്ടിയാണ്. വണ്ടിയല്ലേ എന്തായാലും ഉണ്ടാവും. അതെ. പിന്നെ വണ്ടിയൊക്കെ പക്കയല്ലേ? 100%. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? അതായത് നല്ല വൃത്തിയായിട്ടൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും വരാത്ത വണ്ടികളാണ് ഈ കിടക്കുന്നത്. എല്ലാം തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളല്ലേ? ഓക്കെ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മഹീന്ദ്ര താർ വൈറ്റ് കളർ. 2024 വണ്ടി. 2027 വരെ കമ്പനി വാറണ്ടി ഉള്ള വണ്ടി. ഇത് 24 അല്ലേ? 24 വണ്ടി. നമ്മളെ ഈ ഫോട്ടോസ് ഒന്നും അല്ല ഇന്റീരിയർ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ഫോട്ടോസ് കംപ്ലീറ്റ് അയച്ചു കൊടുക്കണേ. കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം അയച്ചു കൊടുക്കാം. സർവീസ് ഹിസ്റ്ററി നമുക്ക് അയച്ചു കൊടുക്കാം. എല്ലാ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി നമ്മളൊക്കെ അവൈലബിൾ ആണ്. ശരി. വൈറ്റ് കളർ വണ്ടിയാണ്. താറിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന സാധനമാണ്. 23 രജിസ്ട്രേഷൻ 24 മോഡൽ. 24 പക്ക മോഡൽ ഉണ്ട്. ഇത് ഡീസൽ പെട്രോളോ? ഡീസൽ 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക്. 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. അടിപൊളി. ഏറ്റവും ടോപ്പ് എൻഡ് സാധനം. ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയ 40 സർവീസ് ഇപ്പൊ കഴിഞ്ഞു അല്ലേ? വണ്ടി നല്ല നീറ്റ്. ഈ വൈറ്റ് കളർ പ്രത്യേക ഭംഗിയല്ലേ കാണാൻ? അതെ. അടിപൊളി. എന്താ നമുക്ക് വില? 16,90 കൊടുക്കാം. 16,90,000. ഏറ്റവും പുതിയ വണ്ടിയല്ലേ? അപ്പൊ എന്തായാലും കുറച്ച് വില ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ. എന്തെങ്കിലും കുറയാണെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കൂലേ? നിങ്ങൾ കുറച്ച് കൊടുക്കാം. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും 16,90,000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു 15 സുഖമായിട്ട് ലോൺ കയറില്ലേ? ഇതിൽ നമുക്ക് ഒരു 14 to 15 എന്തായാലും കയറും അല്ലേ? അതെ. ലോൺ എപ്പോഴും പ്രൊഫൈൽ ഡിപെൻഡ് ചെയ്തിട്ടാണ്. കസ്റ്റമർ പ്രൊഫൈൽ ഡിപെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ പരമാവധി നമ്മുടെ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായം ചെയ്തു. മാക്സിമം കുറക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം കുറച്ച് കൊടുക്കും. അടിപൊളി. അതുപോലെ തന്നെ ഈ റെഡ് ഇതേതാ മോഡൽ? ഇത് 2021 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. 4x4 തന്നെ. അതായത് സെയിം വണ്ടി അല്ലേ? സെയിം വണ്ടി. 64,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 22 മോഡൽ അല്ലേ? 21 മോഡൽ. 22 രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. അപ്പൊ 22 രജിസ്റ്റർ വരും വണ്ടി. രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? 22 2ാം മാസം വണ്ടിയാണ്. ശരി. റെഡ് കളർ വണ്ടിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈലൈറ്റ് സാധനം കേട്ടോ. ഈ രണ്ട് കളർ അടിപൊളിയല്ലേ? റെഡ് നല്ല ഹൈലൈറ്റ് കളർ. പിന്നെ എനിക്ക് തോന്നുന്നു റെഡും ഈ വൈറ്റ് വന്നപ്പോ വൈറ്റും ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവിംഗ് അല്ലേ? ഇത് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഇതിൽ ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസോ ഒന്നുമില്ല. ജെന്യൂൻ സർവീസ് ഉണ്ട് വണ്ടി. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 14,90 കൊടുക്കാം. 14,90,000 രൂപ. 90,000. 21 മോഡൽ 22 2ാം മാസം വണ്ടിയാണ്. അതെ. RC 21 ഉള്ളൂ. 14,90 അല്ലേ? 14,90 കൊടുക്കാം. അത് എന്തെങ്കിലും കുറയാനുണ്ടോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. മാക്സിമം ചെയ്ത് കൊടുക്കാം. അതെ. അടിപൊളി. ഇതൊന്നും ഫിക്സഡ് റേറ്റ് അല്ലല്ലോ. അല്ല. കസ്റ്റമർ വരുമ്പോ വന്നിട്ട് വണ്ടി കണ്ടിട്ട് സംസാരിക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ. താർ 2 കിടപ്പുണ്ട്. രണ്ടും നല്ല ഹൈലൈറ്റ് അടിപൊളി സാധനങ്ങളാണ്. മിസ് ചെയ്യണ്ട കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോ. നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഷോറൂമിന്റെ ഉള്ളോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് വണ്ടികളുണ്ട്. കുറച്ച് കിയ കാണിച്ചു കൊടുക്കാം. നമ്മുടെ സെൽറ്റോസ് അല്ലേ? സെൽറ്റോസ് 2021 മോഡൽ HTK പ്ലസ് ഡീസൽ മാനുവൽ. ഇഷ്ടപ്പെടുന്ന വണ്ടിയാണല്ലേ ഒരുവിധം എല്ലാവർക്കും? 22 കിലോമീറ്റർ മൈലേജും കിട്ടും ഡീസലില്. ഇത് 21 മോഡൽ HTK പ്ലസ് ആണ് അല്ലേ? അതെ. അതായത് ഒരു മിഡിൽ ഓപ്ഷൻ എന്ന് പറയാൻ മേജർ ആക്സിഡന്റോ ക്ലെയിമോ ആക്സിഡന്റോ ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 62,000 കിലോമീറ്റർ. 62,000 ഡീസൽ ആണല്ലേ? ഡീസൽ മാനുവൽ ആണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 20ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV. അതെ. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ ഒന്നുമില്ല. ഓക്കെ. എന്തായാലും വണ്ടി നല്ല നീറ്റാണ് കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് പുതിയത് തന്നെയാണ്. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 11,000 കൊടുക്കാം. 11,50,000 രൂപ. 50,000 പ്ലസ് ആണ്. HTK പ്ലസ് ഓപ്ഷൻ ആണ്. അലോയ് വീൽ വരും. പുഷ് സ്റ്റാർട്ട് വരും. ഒരുവിധം വേണ്ട ഫീച്ചേഴ്സ് അല്ലേ? ഓക്കെ. 11,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ലോൺ തന്നെ കയറേണ്ടതാണ് അല്ലേ? 21 അല്ലേ? 90-95 കൊടുക്കാം നമുക്ക് എന്തായാലും. അതായത് പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ 10 ലക്ഷത്തിനൊക്കെ മേലെ ലോൺ കയറണമെങ്കിൽ ITR അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഒക്കെ പ്രൊഫൈൽ പക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ റെഡ് കളറിൽ നല്ല അടിപൊളി സാധനം ഉണ്ടല്ലോ. ഇതോ? ഇത് 2021 തന്നെ HTK ആണ്. അതെ. ഡീസൽ മാനുവൽ. അലോയ് വീൽ ഉണ്ടാവില്ല അല്ലേ? അലോയ് വീൽ ഉണ്ടാവില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ഡീസൽ മാനുവൽ ആണ്. ഇതും 63,000 കിലോമീറ്റർ ഓടിയതാണ്. ഓക്കെ. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റോ ഹിസ്റ്ററി ക്ലെയിമോ ഒന്നുമില്ല. ഇതും 2021 11ാം മാസം ഇറങ്ങിയ വണ്ടി കേട്ടോ. അതെ. എന്തായാലും വണ്ടി നല്ല നീറ്റാണ്. കളർ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഈ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണല്ലോ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ശരി. കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇത് നമുക്ക് 10,90 കൊടുക്കാം. 10,90. ഓക്കെ. HTK ആയതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അലോയ് വീൽസും ബട്ടൺ സ്റ്റാർട്ട് അങ്ങനെ 1-2 വ്യത്യാസങ്ങൾ ഇതുമായിട്ട് മാറ്റം വരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 20-22 ഒക്കെ മാക്സിമം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ സെയിം സാധനം ഒരെണ്ണം കൂടി കിടപ്പുണ്ട്. ബ്ലാക്ക് കളറിലെ ഒരു കിഡ്ലൻസ് ആണ്. ഇതേതാ മോഡൽ? ഇത് 2022 ആണ്. HTX പെട്രോൾ മാനുവൽ. HTX പെട്രോൾ മാനുവലാ? പെട്രോൾ മാനുവൽ. ഓക്കെ. പെട്രോൾ മാനുവൽ ആകുമ്പോൾ ഒരു 10, 11, 12 22 11ാം മാസം വണ്ടിയാണ്. ഒരു 12 ഒക്കെ മൈലേജ് പ്രതീക്ഷയായി അല്ലേ? 12, 13 മാക്സിമം. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ?
ഇതിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. 2027 വരെ വാറണ്ടി ഉണ്ട്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ. ശരി. വിലയോ? ഇത് നമുക്ക് 10,90 കൊടുക്കാം. 10,90 കൊടുക്കാം. അതായത് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ അല്ലേ? അതെ. സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. അലോയ് വീൽ ഉണ്ട്, സൺറൂഫ് ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. നല്ല നീറ്റാണ് കേട്ടോ വണ്ടി. 10,90 നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. പെട്രോൾ ആണ് മേജർ കംപ്ലൈന്റ്. അതിൽ നമുക്കൊരു 10 ലക്ഷം റുപ്യ വരെ ലോണും കൊടുക്കാം. ലോൺ എപ്പോഴും കസ്റ്റമർ ഡിപ്പെൻഡന്റ് ആണ്. അതെ, മാക്സിമം ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്ത് കൊടുക്കാം. അതെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രെറ്റ കിടപ്പുണ്ടല്ലോ. ക്രെറ്റ 2018 18 ഫസ്റ്റ് മാസം 1.6 XX. 1.6 എന്ന് പറയുമ്പോൾ പെട്രോളോ ഡീസലോ? ഡീസൽ മാനുവൽ അല്ലേ? അതായത് ഈ ഷേപ്പിൽ വന്ന ലാസ്റ്റ് വണ്ടി 18 ലാസ്റ്റിലേക്കാണ് ഷേപ്പ് മാറുന്നത് അല്ലേ? അതെ. 1,10,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നമുക്ക് 8,15 കൊടുക്കാം. 8,15,000 രൂപ. അതായത് 2018 മോഡലില് ഡീസൽ 1.6 SX. അതായത് പവർ ഉണ്ടാവും. അതെ. കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ? കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 1.10 അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ, വണ്ടി മോശമൊന്നുമില്ല കേട്ടോ. എടുത്ത് ഉപയോഗിക്കുക, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ വേണ്ടി ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അല്ലേ? അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ കിയ. ഇത് 2021 12 മാസം വണ്ടി. സോണറ്റ് ആണ്. കിയ സോണറ്റ് 21 12 മാസം വണ്ടി. പെട്രോൾ ഡീസലോ? പെട്രോൾ ഓട്ടോമാറ്റിക്. GT ലൈൻ അല്ലേ? GT ലൈൻ ടോപ്പ് എൻഡ് മോഡലാണ്. 40,000 കിലോമീറ്ററുടെ 2026 10 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. അടിപൊളി. 4 ടയർ പുത്തൻ ടയർ മാറ്റിയിട്ടുണ്ട്. അതെ. ഇതിപ്പോ മേജർ ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. സൺറൂഫ് ഒക്കെ ഉണ്ട് അല്ലേ? സൺറൂഫ് ഉണ്ട്, സീറ്റ് വെന്റിലേഷൻ വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും. അതെ. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് 9,95 കൊടുക്കാം. 9,95. 2021 12 മാസം വണ്ടി. അതെ, അതും പെട്രോളിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? അതെ. അതാണ് നിങ്ങൾക്ക് എത്ര പറഞ്ഞ 9,95 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്, മാക്സിമം ലോണും കൊടുക്കാം. അതായത് നമ്മുടെ ആൾക്കാർക്ക് ഒരു ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവൂലേ? അതെ. എനിക്ക് ഒന്ന് ഫുൾ ലോൺ തന്നെ കയറും അല്ലേ? മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കാം. അതാണ്, അത് നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പുത്തൻ സി ക്ലാസ് അല്ലേ? സി ക്ലാസ് 2019 മോഡലാണ്. 19 ഏറ്റവും കിലോമീറ്റർ 69,000 കിലോമീറ്ററോടെ ഇപ്പൊ നിലവിൽ സർവീസും കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് വന്ന ഷേപ്പ് അല്ലേ ഇത്? പ്രോഗ്രസീവ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലല്ല. അതായത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഇത് വേരിയന്റ് ശരിക്കും പ്രോഗ്രസീവ്. പ്രോഗ്രസീവ് എന്ന് പറയുന്നത് ഫുൾ ആണോ? ഇതിന്റെ ഫുള്ള് ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? നല്ല അടിപൊളി ഇന്റീരിയർ, ഒന്നും പറയാനില്ല. ഈ 60 സംതിങ്ങിന്റെ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. 69,000 കിലോമീറ്ററോടെ 70ന്റെ സർവീസ് ഇപ്പൊ റീസെന്റ് നമ്മൾ ചെയ്തു. ഓക്കെ, വണ്ടി നല്ല നീറ്റാണ്. ഇതും 2019 11 മാസം വണ്ടിയാണ്. 19-11 മാസം അല്ലേ? ഇതിൽ മേജർ ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ഇത് നമുക്കിപ്പോ പ്രൈസ് ആണ് എത്ര വരും? 32 ലക്ഷം റുപ്യ കൊടുക്കും. ഇത് കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ അല്ലേ? 32,50,000 രൂപ. 32,50,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ കുറേ ഉണ്ടാവുമോ? ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. മാക്സിമം നിങ്ങളുടെ പ്രൊഫൈലൊക്കെ അനുസരിച്ച് ലോണും കയറും കേട്ടോ. മെയിനായിട്ട് പറയേണ്ടത് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടിയാണ്. സി ക്ലാസ് വേണ്ട ഒരു നോക്കിക്കോളൂ. എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. അത് കാണുമ്പോൾ തന്നെ അറിയാം. വേറെ പക്കയാണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതെ, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരി, അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികൾ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ? അതെ, തപ്പി ഇറങ്ങുന്ന ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. 100%. അടുത്തത് XL6 ആണ്. XL6 പുത്തൻ വണ്ടിയാണല്ലോ. ഏതാ മോഡൽ? ഇത് 2022 മോഡൽ. 22 ആണ്. 22 മോഡൽ. അടിപൊളി, നല്ല നീറ്റ് വണ്ടി കേട്ടോ. സ്മാർട്ട് ഹൈബ്രിഡ് ആൽഫ ഏറ്റവും ടോപ്പിന്റെ KL9 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 48,500 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ, പെട്രോൾ 2022 10 മാസം ഇറങ്ങിയ വണ്ടി കേട്ടോ. 2022 10 മാസം വണ്ടി. ശരി, ഇതിപ്പോ ആൽഫ എന്ന് പറഞ്ഞു 360 ക്യാമറ ഉൾപ്പെടെ എല്ലാവിധ ഫീച്ചേഴ്സും വരും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിന്റെ മേലെ ഒറ്റ വേരിയന്റും കൂടി ആൽഫ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വേരിയേഷൻ. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 10,90 കൊടുക്കാം. 10,90,000 രൂപയ്ക്ക്. അത് നെഗോഷ്യബിൾ ആവുമോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇത് പുതിയ എന്ത് വില ഉണ്ടെന്ന് അറിയോ? ഇത് 14,80 വണ്ടി വിലയുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും ഇതിന്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 16 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഇത് മാനുവൽ അല്ലേ? ഇത് മാനുവൽ. ഓക്കെ, എന്തായാലും ഇത് വേണമെങ്കിൽ നോക്കിക്കോട്ടെ നിങ്ങൾ. അതായത് ഒരു എർട്ടിക എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതാണെങ്കിലും പ്രിഫറൻസ് കൊടുക്കാം. സെയിം എർട്ടിക തന്നെ വേണമെന്നുണ്ടെങ്കിൽ എർട്ടികയും കൊടുക്കാം നമുക്ക്. അതെ, എർട്ടികയും ഉണ്ട്. അതെ, ഇത് പിന്നെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. വേരിയന്റ് ഏതാ? ഇത് ZXi പ്ലസ്, അതായത് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. സോറി, ZXi മാത്രമേ ഉണ്ടാവുള്ളൂ. ZXi ഉള്ളൂ, പ്ലസ് ഇല്ല. ZXi മാത്രമേ ഉള്ളൂ. ബട്ടൺ സ്റ്റാർട്ട് ഇല്ല അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. അലോയ് വീൽ വരും. അതെ, നല്ല ക്ലീൻ അല്ലേ? ക്ലീൻ വണ്ടി. കിലോമീറ്ററോ? 0 ക്ലെയിം ആണ് വണ്ടിയിൽ. കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടിയത്. 42 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ?
ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല അടിപൊളി 2021 ലാസ്റ്റ് ആണ് വണ്ടി. 21 ലാസ്റ്റ്. ഓട്ടോമാറ്റിക്. ശരി, ZXi ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. എന്താ വില? നമുക്ക് 10.65 കൊടുക്കാം. 10.65 അല്ലേ? വലിയ കൂടുതലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്, ZXi ആണ്, 2021 ആണ്. അതെ അതെ അതെ. അങ്ങനെ നോക്കുമ്പോൾ വണ്ടി ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരി, അപ്പൊ എന്തായാലും ഇത് ആർക്കെങ്കിലും വേണം നോക്കിക്കോ, നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു എർട്ടിക അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് 2 വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം. 2 അല്ല 3 വണ്ടി കൂടി ലോ ബഡ്ജറ്റിൽ 2 കാറുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ, ആദ്യത്തെ വണ്ടി തന്നെ നിയോസ് ആണ്. നിയോസ് ഏതാ മോഡൽ? ഗ്രാൻഡ് ഐറ്റൻ നിയോസ് 2021 മോഡൽ, KL 65 രജിസ്ട്രേഷൻ. 21 ആണ്. കിലോമീറ്റർ 29,000 കിലോമീറ്ററോട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്. അടിപൊളി. 1.2 AMT സ്പോർട്സ് ഓട്ടോമാറ്റിക്. സ്പോർട്സ് അല്ലേ വേരിയന്റ്? സ്പോർട്സ് വേരിയന്റ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഈ സ്ത്രീകൾക്കൊക്കെ പറ്റിയ സാധനം അല്ലേ? അതെ. ഈ എന്താ പറയുക, AT ആയതുകൊണ്ട് കയറ്റത്തിൽ ഇറങ്ങി പോകുന്ന പ്രശ്നമൊന്നും വരില്ലല്ലോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. AT അല്ലേ? അപ്പൊ എന്തായാലും 21 വണ്ടി നമുക്ക് എന്താ വില വരുന്നത്? 5.45 കൊടുക്കാം. 5.45 കൊടുക്കാം. അതും ഓട്ടോമാറ്റിക്. അതും ഓട്ടോമാറ്റിക്. 2021 സെക്കൻഡ് ഓണർഷിപ്പ്, 29,000 കിലോമീറ്റർ ഓടി. ഓക്കെ, ഇതിൽ ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസോ ഒന്നുമില്ല. ഫുൾ ലോണും കയറും അല്ലേ? മാക്സിമം നമുക്ക് ഒരു 5 രൂപ വരെയൊക്കെ പ്രൊഫൈലിലെ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ലോണും കൊടുക്കും. പ്രൊഫൈൽ പക്കാണെങ്കിൽ എനിക്കൊന്നും മാക്സിമം ഫുൾ ലോൺ തന്നെ കയറേണ്ടതാണ്. പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? അതുപോലെ തന്നെ നല്ല കിടിലൊരു സ്വിഫ്റ്റ് കാണിച്ചു തരാം. വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയ മോഡൽ. 2023 മോഡൽ. 23 ആണ്. 15,000 കിലോമീറ്റർ ഓടി. വെറും 15 ഓടിയുള്ളൂ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല, പെട്രോൾ മാനുവൽ VXi വേരിയന്റ്. അതായത് 2023 10 മാസം വന്ന വണ്ടി കേട്ടോ. അതെ. ഈ സാധനം പിന്നെ ഈ പറഞ്ഞ ലോ കിലോമീറ്റർ വണ്ടി 4 സിലിണ്ടർ വണ്ടിയാണ്. ഇപ്പൊ 3 സിലിണ്ടർ ആണല്ലോ വണ്ടി ഇറങ്ങുന്നത്. ലോ കിലോമീറ്റർ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? അതെ, ലോ കിലോമീറ്റർ. ഒരു 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടു. 2023 വണ്ടി. ക്ലെയിം ഒന്നുമില്ലല്ലോ? 0 ക്ലെയിം ആണ് വണ്ടി. അടിപൊളി. KL 50 രജിസ്ട്രേഷൻ ആണ്. നീറ്റ് വണ്ടി അല്ലേ? അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ്? 6.25 ലക്ഷം രൂപ കൊടുക്കാം. 6.25 അല്ലേ? അതാ വളരെ ലോ കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഫൈനലും ആണ്. രണ്ടിന്റെ അല്ലേ? ഓക്കെ, അപ്പൊ 5.40 നിങ്ങൾക്ക് ഇതാ ഓട്ടോമാറ്റിക് നിയോസ് എടുക്കാം. അതുപോലെ തന്നെ 6.25 23 VXi സ്വിഫ്റ്റ് കൊടുക്കാം. അടിപൊളി. 15,000 കിലോമീറ്റർ. 2 നല്ല കിടിലൻ ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? അതെ. ഇതിൽ അത്യാവശ്യം ആക്സറീസും ഉണ്ട്. എല്ലാം ഫിറ്റഡ് ആണ്, എല്ലാം പക്കയാണ്. ആക്സറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 2-3 വണ്ടി കൂടി കാണിച്ച് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അല്ലേ? അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ലെഗോസിയ കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനമായിട്ട് 4 വണ്ടി കൂടി കാണിച്ച് അവസാനിപ്പിക്കാം അല്ലേ? അതെ. എന്തായാലും 4 അടിപൊളി വണ്ടികളാണ്. ആദ്യത്തെ വണ്ടി തന്നെ WRV ഡീസൽ വേരിയന്റ് 1.5 2018 മോഡൽ. 18 മോഡലിൽ ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ. 40,000 കിലോമീറ്റർ VX വേരിയന്റ്. VX ആണ് അല്ലേ? സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. അതെ, അത്യാവശ്യം നല്ല നീറ്റ് ആണ്. നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ജെന്യൂൻ സർവീസ് ആണ്. ഡീസൽ ആകുമ്പോൾ ID ടെക്കിൽ വരും. നല്ല 24 കിലോമീറ്റർ മൈലേജും കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. അതും 40,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ്. ശരി. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. നമുക്ക് 8.25 രൂപ കൊടുക്കാം. 8,20,000 രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആവോ? നെഗോഷ്യബിൾ അല്ലേ? വരിക വന്ന് വണ്ടി കാണാൻ ഇഷ്ടപ്പെട്ട മാക്സിമം കുറച്ച് തരും അല്ലേ? വീട് 2018 ബൊലീനോ ആൽഫ പെട്രോൾ മാനുവൽ, സെക്കൻഡ് ഓണർഷിപ്പ്. പെട്രോൾ മാനുവൽ. കിലോമീറ്റർ 52,000 കിലോമീറ്റർ. 52,000. നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടിയാ. അതായത് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. റീപ്ലേസോ കാര്യം ഇന്നും ആൽഫ തന്നെയാണ് ടോപ്പ്. ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പിന്റെ. അതെ അതെ. ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? ഇത് 5.85 കൊടുക്കാം. 5,85,000 രൂപ. അതായത് ആലോചിക്കണം, 2018 വണ്ടിയാണ്. ആൽഫയിൽ ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് ഈ പ്രൈസ് വരുന്നത് അല്ലേ? അതെ. അത് ഓൾമോസ്റ്റ് ഫുൾ ലോണും തന്നെ കയറില്ലേ? അതിൽ നമുക്കൊരു 5.15 5.30 മാക്സിമം ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ TUV ആണെങ്കിലോ? TUV T6 35,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് സിംഗിൾ ഓണർഷിപ്പ്. ഈ 35 ജെനുവിനാ? 35 ജെന്യൂൻ കിലോമീറ്റർ. അതെ അല്ലേ? വളരെ ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് 2016 മോഡൽ. 16 അല്ലേ? 16 സിംഗിൾ ഓണർ ആണ്. ഇത് T6 എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും. അല്ല, T8 ഒക്കെ വരുന്നുണ്ട് ഇതില് അല്ലേ? അപ്പൊ അതിന്റെ തൊട്ട് താഴെ വരും T6. ഓക്കെ, റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. സർവീസ് അവൈലബിൾ ആണ്. വിലയോ? വില നമുക്ക് 5.35 അല്ലേ? 35 കൊടുക്കാം. ഓക്കെ, വീണ്ടും 2015 സ്വിഫ്റ്റ് VDI, അതായത് 95,000 കിലോമീറ്ററോടെ ഡീസൽ വേരിയന്റ്. ക്ലീൻ പീസ് ആണ് അല്ലേ? അതെ. റെഡ് കളർ വണ്ടി ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല നീറ്റ് വണ്ടി. അത്യാവശ്യം ആക്സറീസും ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. 2015 വണ്ടി അല്ലേ? സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഡീസൽ വേരിയന്റ് ആണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ വില? ഈ വണ്ടി നമുക്ക് 4.85 കൊടുക്കാം. 4.85. ഈ സാധനത്തിന്റെ വില മാത്രം കുറയൂല ഒരിക്കലും അല്ലേ? അതെ. കാരണം എവിടെ നോക്കിയാലും ഈ സാധനത്തിന് ഈ വിലയാണ്. ഡീസൽ ഇപ്പൊ മാർക്കറ്റ് കുറച്ച് കൂടുതലാണല്ലോ. അതെ, അത് മാത്രമല്ല നല്ല നീറ്റ് വണ്ടി, റെഡ് കളർ വണ്ടി അല്ലേ? പിന്നെ വീഡിയോ ആയതുകൊണ്ട് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? മൈലേജ് ഉണ്ടാവും. 4.85 നെഗോഷ്യബിൾ ആവുമല്ലോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഇതൊക്കെ ഈ പറഞ്ഞ ക്വാളിറ്റിയിലൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ.
അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കാണിച്ച 4 വണ്ടികളും സാധാരണക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റ് വണ്ടികൾ അല്ലേ? അതെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓ. അപ്പോൾ എന്തായാലും നമ്മുടെ പെരിന്തൽമണ്ണ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ലെഗോസിയ കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്നത്. വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഷോറൂം കണ്ടീഷൻ, എല്ലാ ഷോറൂം, എല്ലാ വണ്ടികളും വാറണ്ടി ഉള്ള വണ്ടികൾ, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികൾ, സീറോ ക്ലെയിമുള്ള വണ്ടികളാണ് മാക്സിമം. ചുരുക്കി പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഒരു പേടിയും ഇല്ലാതെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. 100% ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പോൾ ഇത്രയും പുതിയ വണ്ടികളല്ലേ, എന്തായാലും അതിന് കംപ്ലൈന്റ് വരുന്നതിന് ഒരു സമയം വേണമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് താഴെ കമന്റ് ചെയ്യാം. അതെ, നമ്മൾ പർച്ചേസ് ചെയ്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ അതെ, അത് ഇതുവരെ പർച്ചേസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടെ അല്ലേ? അതെ. പിന്നെ നിങ്ങൾ, ഞാൻ ഒരു ഷോറൂമിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി എടുത്തൊന്നും ഒരാളോടും പറയാറില്ല. പക്ഷെ നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ വന്ന് നോക്കുക മിനിമം അല്ലേ? അതെ, വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എടുത്താൽ നിർബന്ധമൊന്നുമില്ല. 100%. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വലിയൊരു അവസരം കളയണ്ട. കിടിലൻ വണ്ടികൾ ഒരുപാടെണ്ണം ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം അല്ലേ? അപ്പോൾ എന്തായാലും അടിപൊളി വണ്ടികളായിട്ട് വീണ്ടും വരണം തീർച്ചയായും. ഓക്കെ. അപ്പോൾ എന്തായാലും ആ എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും